എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഇപ്പം ചില പെൺകുട്ടികൾക്ക് വലിയ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചിലർ ഷോർട്ട് ടെമ്പേർഡ് ആകുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഇത് ഫാമിലി ഇഷ്യൂസിലേക്ക് പോകുന്നുണ്ട്, ഇത് ഡിവോഴ്സിലേക്ക് എത്തുന്നുണ്ട്. ഇതൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന കേസുകളിൽ ചിലപ്പോൾ സൈക്കാട്രിക് റെഫറൻസ് വേണ്ടി വരും, കൃത്യമായിട്ട് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. പക്ഷെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറഞ്ഞാൽ അവിടെ വെച്ച് ആദ്യം ചോദിക്കുന്നത് എന്താ, എനിക്ക് മാഡം പറയുന്നത് ഇതല്ലേ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് അവിടെ മാറേണ്ടത്. ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഭ്രാന്തനല്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ സമൂഹത്തിൽ. അറ്റ്ലീസ്റ്റ് നമ്മുടെ പാർട്ട്ണർ നോർമൽ അല്ല, ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട 2 കേസുകളിലും ഒന്നുകിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇങ്ങനെ ഇപ്പൊ നമ്മുടെ അതുല്യയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ആ പെൺകുട്ടി ഒരു പരിധിവരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് അവളുടെ പേരൻസിനെ അവൾ അറിയിച്ചത്. അപ്പോ നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന് അത് അതുപോലെ തന്നെ അവന്റെ പേരൻസിനെയും അറിയിക്കണമായിരുന്നു. നിങ്ങളുടെ മകന്, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഇവൾക്ക് ട്രീറ്റ്മെന്റ് വേണം, ഇവളോടൊപ്പം ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റി എൻ്റെ നല്ല ഒരു വൈഫിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ല ഹസ്ബൻഡിനെ, എൻ്റെ നല്ല പാർട്ട്ണറെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലാണെങ്കിലും പയ്യന്റെ വീട്ടിലാണെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം ആ പേരന്റ് പറയുന്ന സെന്റൻസ് എന്തായിരിക്കും? നിന്റെ കയ്യിൽ അല്ലെങ്കിൽ നിന്റെ കൂടെ വന്നതിന് ശേഷമാണ് എൻ്റെ മോൾ ഇങ്ങനെ ആയത്. എൻ്റെ മോന് നീ കെട്ടിക്കേറി ഇവിടെ വരുന്നത് വരെ എൻ്റെ മോന് ഭ്രാന്തൊന്നും ഇല്ലായിരുന്നു. മോന്റെ ഭ്രാന്ത് ഭാര്യയ്ക്ക് അറിയാൻ പറ്റൂ, മകളുടെ ഭ്രാന്ത് ഹസ്ബൻഡിനെ അറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാൻ നമ്മളുടെ ഫാമിലി സപ്പോർട്ടല്ല. പിന്നെ മരിച്ചു കഴിയുമ്പോഴോ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴോ കൊന്നു കഴിയുമ്പോഴോ അയ്യോ പോയേന്നോ അല്ലെങ്കിൽ അവള് പോയപ്പോ കൊച്ചിനെയും കൊണ്ട് പോയി ആ പെൺകുട്ടി എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഇവനെ ഞാൻ സഹിച്ചു, ഇത്രയും സൈക്കോ ആയിട്ടുള്ള ഒരാളെ ഞാൻ സഹിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരാളെ, ഈ കുഞ്ഞിനെ ഇവിടെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്താൽ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇവനെക്കാട്ടിലും വലിയ സൈക്കോ ആയി മാറും. അല്ല, ഇനി ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും ഇതിന് വേണ്ടത് വളരെ വ്യക്തമായിട്ടുള്ള അവയർനെസ്. അത് പറ്റുമെങ്കിൽ സ്കൂൾ തലം മുതൽ ഇതൊരു സ്കൂളിൽ ഒരു കമ്പൈൻഡ് എഫക്റ്റ് വേണ്ടേ? സൈക്കോളജിസ്റ്റ് വേണം, സൈക്കാട്രിസ്റ്റ് വേണം, ഒരു ലീഗൽ വേണം. അതെ, ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിളിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് തന്നെയാണ് വേർഡ്. യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ട്രയാങ്കിള് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം ഇതിന് എനിക്കിങ്ങനെ സംഭവിച്ചാൽ എന്നെ താങ്ങി നിർത്താൻ ഇതൊരിക്കലും ഒരു സ്കൂൾ തലത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. കാരണം ഇപ്പം ഒരു സോഷ്യൽ ഇതൊരു കോളേജ് തലത്തിലേക്കാണ് എത്തിപ്പെടേണ്ടത്. ഈവൻ പ്രൊഫഷണൽ കോളേജുകളിൽ പോലും, മെഡിക്കൽ കോളേജ് പോലെ, ലോ കോളേജ് പോലെ, എഞ്ചിനീയറിംഗ് കോളേജ് പോലെ. കാരണം ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് ആണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്, സാധാരണക്കാരല്ല. സാധാരണക്കാർ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അവർ ഈ സമൂഹത്തിലോട്ട് ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് അവർക്ക് കുറച്ചും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പ്രൊഫഷണൽസ് അവരവരുടെ ഒരു പ്രൊഫഷനിൽ ഒതുങ്ങിക്കൂടി പോകുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ തന്നെയാണ്. അവരാണ് പെട്ടെന്ന് എനിക്ക് സഫോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയായി പോകുന്നത് അവർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയി സൂയിസൈഡ്. വളരെ എളുപ്പമായിട്ടാണ് ആ ഡോക്ടർ അതിനെ കണ്ടത്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മെന്റലി സ്ട്രോങ് ആണെന്ന് കരുതപ്പെടുന്ന വിഭാഗം ഡോക്ടേഴ്സാണ്. കാരണം ചോര കണ്ട്, പല മനുഷ്യരെ കണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിള് കണ്ട്, എല്ലാം കണ്ട് മെന്റലി വിൽ പവർ സ്ട്രോങ് ആണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഏറ്റവും ഭീരുത്വമായിട്ടുള്ള ഡിസിഷൻ എടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ട്രയാങ്കിളിനെ മാക്സിമം എല്ലാ തലത്തിലും യൂട്ടിലൈസ് ചെയ്യാം. അവയർനെസ് ഈ ഒരു വാക്കിനപ്പുറത്തേക്ക് ഇതിൽ വേറെ ഒരു മാർഗമില്ല. അത് ഇപ്പം സ്കൂളുകള്, കോളേജുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ നമ്മളുടെയൊക്കെ നാട്ടിലൊക്കെ ഈ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. പല ക്ലബ്ബുകൾ ചേർന്നിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു. ടീനേജേഴ്സിൻ്റെ ക്ലബ്ബുകൾ ചേർന്നിട്ട് ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ. അപ്പോൾ കുറച്ചും കൂടി എൻ്റെയൊക്കെ ടീനേജ് ടൈമിലൊക്കെ ഇത്തരം ക്ലാസ്സുകൾ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ടീനേജേഴ്സിൻ്റെ ഈ പല ക്ലബ്ബുകളുടേതായിട്ടൊക്കെയുള്ള അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ തിരിച്ച് പൊടിതട്ടി എടുക്കണം. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഡയറക്റ്റ് ഒരു ഇൻവോൾവ്മെന്റ് വരണം.
നമ്മൾക്കിപ്പോൾ നമുക്ക് എന്ത് ചെയ്താലും നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കിട്ടും. അത് പോരാ, ഒരു സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ ഇപ്പൊ മാഡത്തിന്റെ മുന്നിൽ വന്നിരുന്ന് ഞാൻ എൻ്റെ പ്രശ്നം പറയുന്നതും മാഡത്തിനെ ഫോൺ വിളിച്ച് ഞാൻ എൻ്റെ പ്രശ്നം പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? അതാണ് ശരിയാവേണ്ടത്. അവിടെയാണ് ഈ വിഷയം. ക്രൂവൽറ്റി ഒരു ഡിവോഴ്സിന് ഒരു ഗ്രൗണ്ടാണ്. അത് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ക്രൂവൽറ്റി. ഈവൻ ഡെസേർഷൻ, കളഞ്ഞിട്ട് പോവാണ്, അതുപോലെ ഒരു ഡിവോഴ്സിനൊരു ഗ്രൗണ്ട്. തീർച്ചയായിട്ടും ലീഗൽ ഒരു സപ്പോർട്ട് കിട്ടുമെന്നും ഒരാവശ്യം വന്നാൽ മെന്റൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടെന്നും അതാണ് ഇല്ലാത്തത്. നമ്മുടെ സമൂഹത്തിൽ മെന്റൽ സപ്പോർട്ടാണ് ഇല്ലാത്തത്. ഒരു ഡോക്ടർ പോലും ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ്? മെന്റൽ സപ്പോർട്ട് ഇല്ല. മെന്റൽ സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഒരു ലീഗലിലേക്ക് വരുന്നത്. അല്ല, ഒരു കമ്പാഷനായിട്ട് ഒരു ഡിവോഴ്സ് ആയിട്ട് ഒരു ലേഡി വന്നാൽ അവളുടെ ഫാമിലി, അവളുടെ സൊസൈറ്റി, അവളുടെ ചുറ്റുമുള്ള ആളുകൾ, ഈവൻ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കാൻ പോകുമ്പോൾ പോലും ബ്ലെയിം ചെയ്യപ്പെടുകയാണ്, അല്ലെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു പബ്ലിക് ഫംഗ്ഷന് പോകാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ആക്ച്വലി സപ്പോർട്ട് കിട്ടേണ്ടത്. പെണ്ണും ആണും ഒരുപോലെ ഇതാക്കുന്നുണ്ട്. ഇപ്പൊ പെണ്ണിന് നമ്മൾ പറയും സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ കരഞ്ഞെങ്കിലും തീർക്കാന്ന്. പുരുഷന്മാർക്ക് അറിയാൻ പാടില്ലല്ലോ. അതാണല്ലോ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാസ്ക്, ഒരു ഔട്ട് ഫ്രെയിം ഉണ്ടല്ലോ. പുരുഷന്മാർക്ക് അറിയാൻ പാടില്ലാന്ന്. എത്രയോ സഹിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എൻ്റെ കുഞ്ഞിനെ ഞാൻ 2 വയസ്സിൽ കണ്ടതാണ്, കോടതിയിൽ നിന്ന് ഉത്തരവ് വേണം എൻ്റെ കൊച്ചിനെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചിട്ട് സ്വന്തം ഭാര്യയെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വീട്ടിലെ ബെഡും ജനലും കർട്ടനും കാണിച്ചു കൊടുത്തിട്ട് അത് കണ്ട് സംതൃപ്തി അടയേണ്ടി വരുന്ന ഭർത്താക്കന്മാരുണ്ട്. അതെ, ടോക്സിസിറ്റി ഇൻ പാർട്ട്ണർ എന്ന് പറയുന്നത് ജെൻഡർ ബേസ് ചെയ്തിട്ടല്ല, ഒരിക്കലും അല്ല. ലേഡി ആണെങ്കിലും അതെ പുരുഷനാണെങ്കിലും സൈഡ്, 2 സൈഡിലും ഉണ്ട്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് അവയർനെസ് മാത്രമാണ്. അത് ലീഗലായിട്ടുള്ള സഫർ ചെയ്യുന്നവർ മനസ്സിലാക്കണം ഇത് സഫറിങ് ആണ്, ഇത് നോർമൽ അല്ല അതെ എന്ന് മനസ്സിലാക്കുക. അത് എല്ലാ രീതിയിലും, ഇപ്പൊ സെക്ഷൽ അസോൾട്ട് ആണെങ്കിലും അബ്യൂസ് ആണെങ്കിലും അത് ഫിസിക്കൽ മെന്റൽ ഏത് ടൈപ്പിലാണെങ്കിലും, ഫിസിക്കൽ ആണെങ്കിലും മെന്റൽ ആണെങ്കിലും അസാൾട്ട് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഐഡന്റിഫിക്കേഷൻ. അതിനെ ഒരിക്കലും നമ്മൾ ലവ്, കെയർ, അഫെക്ഷൻ ഇങ്ങനെ കുറച്ച് ടേംസ് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫ്രൈസസിന്റെ ഒരു കവറിനുള്ളിലാക്കരുത്. നോർമലൈസ് ചെയ്യരുത് ഒരിക്കലും ആക്കരുത്. അത് അതൊരു നോർമലൈസിങ് ആണ്. അതൊരു എന്താ പറയുക, അതൊരു പരിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ എടുത്ത് അടിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ സ്നേഹം എന്ന് പറഞ്ഞ് അതിനെ പരിശുദ്ധമാക്കുകയാണ്. അത് പരിശുദ്ധമല്ല. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ റിലേഷൻഷിപ്പ് നിറങ്ങുന്നതും അത് കുറച്ചുകൂടി ഒരു നോർമൽ ആക്കാൻ അത് മനസ്സിലാക്കിയ റിലേഷന്റെ അതിനെ ബ്രേക്ക് ചെയ്ത തോടിൽ നിന്നും പുറത്തു വരുന്ന ആളെ സപ്പോർട്ട് ചെയ്യുക. അതെ, അതാണ് വേണ്ടത്. ഓക്കെ, അതിന് നമ്മുടെ സൊസൈറ്റിക്ക് സാധിക്കട്ടെ എന്ന്. അതിന് ഇന്ന് നമ്മുടെ സൊസൈറ്റിക്ക് സാധിക്കുന്ന അന്നേ ഈ വിഭജികയും ഉത്തരയും വിസ്മയും അതുല്യം ഒക്കെ ഇല്ലാതാവും. പേരുകൾ മാത്രമല്ലേ മാറും, തുടർക്കഥയാവാതിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ, ഈ ഒരു അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും അവയർനെസ് കിട്ടുക, അതേ നടക്കുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.